ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ സ്റ്റ്യൂ ആണ്. ഇപ്പോൾ ചിക്കനെല്ലാം ഇതേപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. 1 കിലോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ചേർക്കാനുള്ള സാധനങ്ങളാണ് കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് കുതിരാനായിട്ട്, പിന്നെ കുറച്ച് സ്പൈസസും. അപ്പോൾ ഇതേപോലെ സ്റ്റവിലേക്ക് ഉരുളിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി ആദ്യം തന്നെ ഏലക്ക ഇട്ട് കൊടുത്ത് ഏലക്കയുടെ തൊലി ഒന്ന് കീറിയതിന് ശേഷം ഇട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കറുവപ്പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, ബേ ലീഫ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഏലക്ക ഇടുമ്പോൾ ഇതേപോലെ പൊട്ടിത്തെറിക്കും കേട്ടോ, അന്നേരം സൂക്ഷിക്കണമേ. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തവി വെച്ച്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തിപ്പൊടിച്ചരികയാണ്, പിന്നെ കുറച്ച് വെളുത്തുള്ളി കീറിയതും, ഒരു 7 പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പച്ചമുളക് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ വേറെ എരിവിനായിട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി അല്ലാതെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള കൊത്തിപ്പൊടിച്ചരിഞ്ഞാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും ഇട്ടൊന്ന് വഴറ്റാവേ, നല്ലവണ്ണം വഴറ്റിയെടുക്കാം ഇതൊന്ന്. ഇതേപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതാണെങ്കിൽ ഒരെണ്ണം, വലുതാണ് അരമുറി. കുരു മാറ്റിയതിന് ശേഷം നീര് ഇതേപോലെ ഞെക്കിപ്പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നന്നായിട്ടൊന്ന് ചിക്കനിനകത്ത് ഇട്ടൊന്ന് വഴറ്റാം. ഇതേപോലെ വഴറ്റുമ്പോൾ ചിക്കനൊക്കെ പൊടിയാതിരിക്കും, കറിക്കകത്ത് കിടക്കുമ്പോഴേ നല്ല ടേസ്റ്റും ആയിരിക്കും. ചിക്കൻ നിറം അങ്ങ് മാറി ഇതേപോലെ വഴറ്റുമ്പോൾ കുറച്ച് ഇതിനകത്ത് വേവുകയും ചെയ്യും ചിക്കൻ. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞതും, പിന്നെ ഒരു 2 കിഴങ്ങ് ഇതേപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞതുകൊണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റാം. ഇതേപോലെ വഴണ്ടിട്ട് അതിലേക്ക് തേങ്ങയുടെ 2-ാം പാലുണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലവണ്ണം വേവണ്ട. ഇനി ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് വേണേൽ പിന്നെ ചേർക്കാം കുരുമുളക് പൊടി. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് തവി കൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കാം. നമുക്കൊരു പാത്രം വെച്ച് അടപ്പും കൂടി വെച്ച് അടച്ചു വെക്കാം. അപ്പോൾ ഇതേപോലെ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ 1-2 വട്ടം നോക്കിയായിരുന്നു. ഇപ്പോൾ ഇതേപോലെ ചിക്കൻ പകുതിയൊക്കെ വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവേ. ഗരം മസാലയാണ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും, പിന്നെ അണ്ടിപ്പരിപ്പ് നല്ലവണ്ണം അരച്ചെടുത്തതാണ്, കുതിരാനിട്ടിരുന്നല്ലാതെ. അപ്പോൾ അതാകുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല കൊഴുപ്പും കിട്ടും കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നോക്കിയതിന് ശേഷം നമുക്കിത് ഒന്നുകൂടെ അടച്ചു വെക്കാവേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തുറന്ന് നോക്കിയപ്പം ഏകദേശം എല്ലാം ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അല്പം കൂടെ കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കിഴങ്ങ് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തെങ്കിലും ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതേപോലെ. അപ്പോൾ ഇതേപോലെ ഉടച്ച് എടുക്കുമ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഏകദേശം ഇതേപോലെ കുറുകി വന്നിട്ടുണ്ട്.
ഇങ്ങനെയാണെങ്കിൽ തീ ഓഫ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നല്ല ചൂടുള്ള പാത്രമാണ്. ഇതിലേക്ക് നമ്മുടെ കട്ടപ്പാലില്ലേ, ഒന്നാം പാൽ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കല്ലല്ലോ, അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. എന്നിട്ട് നല്ലവണ്ണം തവി വെച്ചെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും എല്ലാം എരിവും എല്ലാം കറക്റ്റ് പാകമാണ്, അത് നോക്കണം. അതിന് ശേഷമേ പിന്നെ ഒന്നാം പാൽ ഒഴിക്കാവുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം പിന്നെ തീ ഒന്ന് കൂട്ടിയിടില്ല, തിളയ്ക്കുകയും ചെയ്യല്ലേ. ഞാൻ ഈ പാത്രമായതുകൊണ്ട് ഇതിന് നല്ല ചൂടുണ്ട്, അത് തീ അങ്ങ് ഓഫ് ചെയ്ത് പിന്നെ ഇളക്കിയെല്ലാം ഇതാക്കിയതിന് ശേഷം നമുക്കിത് അടപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തത് ബ്രെഡാണ്. ബ്രെഡ് ആവി വെച്ച് പുഴുങ്ങിയതാണ്, നല്ല ടേസ്റ്റാണ്. പത്തിരിയോ ബ്രെഡോ പാലപ്പമൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഇതുമായിട്ട് കഴിക്കാം. ഇനി കടുക് താളിച്ചൊഴിക്കാവേ. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കടുവെല്ലാം പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് കൊച്ചുള്ളി കുറച്ച് ഞാൻ ഏറെ എടുത്തിട്ടുണ്ട്. ഇനി കൊച്ചുള്ളി ഇട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴക്കിയെടുക്കാം. നല്ലവണ്ണം ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നവരെ വഴക്കിയെടുക്കാവേ. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ. അതങ്ങ് അടച്ച് വെച്ചേക്കണം. കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാവുള്ളൂ, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ അങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കത്തുള്ളൂ, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ കിടച്ചത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ ഇതേപോലെ അടച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ തുറന്ന് പാത്രത്തിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.